ഹലോ എവ്രി വൺ, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൽ 2ാമത്തെ യൂണിറ്റാണ് പഠിക്കുന്നത്. എന്താ യൂണിറ്റിൻ്റെ പേര് നോക്കൂ, ടുവേർഡ്സ് ന്യൂ ഹൊറൈസൺസ്. ഓക്കെ, എന്താ ഹൊറൈസൺസ് എന്ന് പറഞ്ഞാൽ ചക്രവാളം എന്നാണ് അർത്ഥം. ഓക്കെ, ചക്രവാളം എന്ന് പറഞ്ഞാൽ എന്താണ്, വാനരേഖ, അതായത് ആകാശവും ഭൂമിയും കൂടിച്ചേരുന്നതായി തോന്നുന്ന സ്ഥലത്തിനാണ് ഹൊറൈസൺസ് പറയാം. പക്ഷെ ഇവിടെ അതിൻ്റെ അർത്ഥം ടുവേർഡ്സ് ന്യൂ ഹൊറൈസൺസ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രതീക്ഷകളിലേക്ക്, അല്ലേ, ടുവേർഡ്സ് മൂവിങ് ടുവേർഡ്സ് ന്യൂ പോസിബിലിറ്റീസ്, അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള യാത്ര എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക്, പുതിയ എന്താണ് പ്രതീക്ഷകൾ, നമ്മൾ എന്തോ പുതുതായി ചെയ്യാൻ പോകുന്നതിലേക്കുള്ള യാത്ര എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി നോക്കൂ, നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠം ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്നുള്ള പാഠമാണ്. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്ന് പറഞ്ഞാൽ, ഹാർനസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് കാറ്റിൻ്റെ ശക്തിയെ എന്തോ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു കുട്ടിയുടെ കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ നോക്കൂ, ദ ഡോർവേ, ഗ്ലാസ്ഗോ, UK. വിനിഷ ഉമാശങ്കർ, എ 15-year-old environmentalist from India, received a standing ovation at the 2021 UN Climate Change Conference for her passionate speech on climate action. At 12, Vinisha invented a solar-powered ironing cart to reduce pollution, earning her the Children's Climate Prize in 2020 and making her a finalist for the Earthshot Prize. Her statement, "I am not just a girl from India, I am a girl from Earth," inspired many, highlighting her as a leading voice for youth-driven environmental change. ഓക്കെ, ഇതെന്താണ്, ഒരു ന്യൂസാണിത് കേട്ടോ. UK ഒരു വിനിഷ ഉമാശങ്കർ എന്ന് പറഞ്ഞ 15 വയസ്സുള്ള പെൺകുട്ടിക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എവിടെ? കോപ്പ് ഉച്ചകോടി എന്നെല്ലാം കേട്ടില്ലേ? അത് ക്ലൈമറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഒരു കോൺഫറൻസാണ്. ഓക്കെ, അതിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി കൈയടിച്ചു എന്നാണ് പറയുന്നത്. അതാണ് സ്റ്റാൻഡിങ് ഒവേഷൻ. 12 എന്ത് വേണ്ടിയാണ്? അവളുടെ പാഷനേറ്റ് ആയിട്ടുള്ള സ്പീച്ച്, ക്ലൈമറ്റ് ആക്ഷനെ കുറിച്ചുള്ള അവളുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പീച്ച്, അവളുടെ സംസാരം കൊണ്ട്, അവളുടെ പ്രസംഗത്തിന് വേണ്ടിയാണ് അങ്ങനെ സ്റ്റാൻഡിങ് ഒവേഷൻ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. 12 വയസ്സുള്ളപ്പോൾ അവളൊരു സോളാർ പവേർഡ് അയണിങ് കാർട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് അവൾക്ക് ചിൽഡ്രൻസ് ക്ലൈമറ്റ് പ്രൈസ് 2020 കിട്ടിയിട്ടുണ്ട്. പിന്നെ എർത്ത് ഷോട്ട് പ്രൈസ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ അവളെ ഫൈനലിസ്റ്റായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഈ ഒരു കണ്ടുപിടുത്തം കാരണം. ഓക്കെ, പിന്നെ അവളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളൊരു പെൺകുട്ടി മാത്രമല്ല, പക്ഷെ ഞാൻ ഭൂമിയിൽ നിന്നുള്ളൊരു പെൺകുട്ടി കൂടിയാണ് എന്നുള്ള അവളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അവളുടെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. അത് ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾ യൂത്ത് ഡ്രിവൺ എൻവയോൺമെൻറ്റൽ ചേഞ്ചിൻ്റെ ലീഡിങ് വോയിസ്, അതിൻ്റെ വലിയ വക്താവായിട്ട് മാറി, അല്ലേ, യൂത്തിൻ്റെ വലിയൊരു വക്താവായിട്ട് അവളെ മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടോ. ഫോർ വാട്ട് ഡിഡ് വിനിഷ ഉമാശങ്കർ റിസീവ് സ്റ്റാൻഡിങ് ഒവേഷൻ? എന്തിനാണ് വിനിഷ ഉമാശങ്കറിന് എഴുന്നേറ്റ് നിന്ന് കൈയടി കിട്ടിയത്? സ്റ്റാൻഡിങ് ഒവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമല്ലേ, അതിനാണ് പറയുക. എന്തിനു വേണ്ടിയാണ്? മേലെ നോക്കൂ, ഷീ റിസീവ്ഡ് എ സ്റ്റാൻഡിങ് ഒവേഷൻ അറ്റ് ദ 2021 UN Climate Change Conference for her passionate speech on climate action. ഓക്കെ, അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ടീച്ചർ, നോക്കൂ കേട്ടോ, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നോക്കൂ, വാട്ട് ഡിഡ് ഷീ ഇൻവെൻറ്റ് അറ്റ് ദ ഏജ് ഓഫ് 12? എന്താണ് അവൾ കണ്ടുപിടിച്ചത് 12 വയസ്സിൽ? അറ്റ് 12, വിനിഷ ഇൻവെൻറ്റഡ് എ സോളാർ പവേർഡ് അയണിങ് കാർട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു ബിലീവ് എനിവൺ ക്യാൻ ബി ആൻ ഇൻവെൻറ്റർ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആർക്കും ഒരു ഇൻവെൻറ്റർ, കണ്ടുപിടിക്കാൻ കഴിവുള്ള, കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാവാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓർ ഡു യു നീഡ് എനി സ്പെഷ്യൽ സ്കിൽസ്? എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള സ്കിൽ അതിന് വേണ്ടി വേണം? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? യെസ്, എനിവൺ ക്യാൻ ബി ആൻ ഇൻവെൻറ്റർ, അല്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം, നിങ്ങളിൽ തന്നെ വിശ്വസിക്കണം. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് ഫസ്റ്റ്, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം വേണം ഫസ്റ്റ്. പിന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും കണ്ടുപിടിക്കാം. കുറച്ച് ബുദ്ധിയും കൂടെ വേണം, അത്രയേ വേണ്ടൂ, അല്ലേ? അത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
എന്തും സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം അല്ലേ? ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. ഓക്കെ മക്കളെ, നിങ്ങൾ ആലോചിക്കൂ. ഇനി ഇഫ് യു കുഡ് ഇൻവെൻറ്റ് സംതിങ് വാട്ട് വുഡ് ഇറ്റ് ബി? നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായി കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതെന്തായിരിക്കും? അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. എന്താണ് ഞാൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ യങ് ബോയ് ഹൂ മെയ്ഡ് ആൻ ഇൻവെൻഷൻ ദാറ്റ് സേവ്ഡ് ഹിസ് വില്ലേജ് ഫ്രം ഹങ്കർ. ഒരു കുട്ടിയുടെ കഥയാണ്. എന്താണ്? ഒരു യങ് ബോയുടെ കഥയാണ്. അവൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് അവൻ്റെ വില്ലേജിലെ മുഴുവൻ ആൾക്കാരുടെയും വിശപ്പ് മാറ്റിയ ഒരു കുട്ടിയുടെ കഥയാണിത്. ഓക്കെ, അങ്ങനെയാണ് ആ ചെറിയ ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മാലാവി, എ പുവർ കൺട്രി ഇൻ ആഫ്രിക്ക, people had no money for lighting their homes. So the villagers, most of them small farmers, went to bed as soon as night fell. But for William, a young boy, darkness was the time for dreams. He dreamed of putting together things and taking them apart. എന്താ പറയുന്നത് നോക്കൂ. മാലാവി എന്നുള്ള ഒരു ഗ്രാമമാണ്. ഓക്കെ, ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെയുള്ള ആഫ്രിക്കയിലുള്ള ദരിദ്ര ഗ്രാമമാണത്. ഓക്കെ, അവിടെയുള്ള ആൾക്കാർക്ക് വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞാൽ വിളക്ക് എത്തിക്കാൻ ഉള്ള എന്തെങ്കിലും മണ്ണെണ്ണയോ അല്ലെങ്കിൽ മെഴുകുതിരിയോ അല്ലെങ്കിൽ കരണ്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ വിളക്ക് എത്തിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുമായിരുന്നു? വൈകുന്നേരം ആവുമ്പം തന്നെ അവർ കിടന്നുറങ്ങുമായിരുന്നു. ഓക്കെ, വെൻ ടു ബെഡ്. അവരൊക്കെ ഫാമേഴ്സ് കൂടിയായിരുന്നു. ഓക്കെ, അവരൊക്കെ കൃഷിക്കാരാണ്. അവരുടെ അടുത്ത് ഒറ്റ പൈസ ഇല്ലാത്ത പാവങ്ങളായ കൃഷിക്കാരാണ്. അതുകൊണ്ട് ദേ വെൻറ്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. രാത്രി ആകുമ്പോൾ തന്നെ അവർ പോയി കിടന്നുറങ്ങുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഒരു വില്യം എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ അല്ലേ, ചെറിയൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവന് ഡാർക്ക്നെസ് വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. ആ ഇരുട്ടിൻ്റെ സമയത്താണ് അവൻ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുക. ഓക്കെ, അവൻ എന്തൊക്കെയാണ് സ്വപ്നം കാണുക? ഹി ഡ്രീംഡ് ഓഫ് പുട്ടിങ് ടുഗെദർ തിങ്സ്. അവൻ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും മറ്റു സാധനങ്ങൾ അഴിച്ച് പറിച്ച് അതിൻ്റെ ഗവേഷണം അല്ലേ, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയുന്നതിനും വേണ്ടിയിട്ടുള്ള ഇഷ്ടമായിരുന്നു അവൻ ആ സമയത്ത്. അതൊക്കെയായിരുന്നു അവൻ ആ സമയത്ത് ആലോചിച്ച് കൂട്ടുക രാത്രിയിൽ കിടന്നിട്ട്. ഓക്കെ, ഇനിയോ നോക്കൂ. ഹി കെപ്റ്റ് ടോയ് ട്രക്സ് വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് അണ്ടർ ഹിസ് ബെഡ്. കുറേ കുപ്പിയുടെ അടപ്പം കൊണ്ടുണ്ടാക്കിയ ട്രക്സ് ഉണ്ട്. ടോയ് ട്രക്ക് അല്ലേ, കുട്ടികൾ കളിപ്പാട്ടം ഉണ്ടായിരുന്നു. ടോയ് ട്രക്ക് ഉണ്ടായിരുന്നു. കുപ്പിയുടെ അടപ്പം കൊണ്ട് വീൽസൊക്കെ, അതായത് നമ്മൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ, നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. കുപ്പിയുടെ അടപ്പ് ഊരിയിട്ട് അതിന് ചക്രം പോലെ വെച്ച് പിടിപ്പിച്ചിട്ട് ചെറിയ ടോയ് ട്രക്സൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ ബെഡിൻ്റെ അടിയിൽ. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹേർഡ് ഓൺ ദ റേഡിയോ. അവന് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് റേഡിയോയിൽ കേൾക്കുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ. ഓക്കെ, വേർ ആർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഹി വുഡ് വണ്ടർ. എന്താ ചിന്തിക്കുക? പാട്ടിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇത് ആരാ അതിൻ്റെ ഉള്ളിൽ നിന്ന് പാടുന്നുണ്ടാവുക? എവിടെയാണ് അവരിയ്ക്കുന്നുണ്ടാവുക അല്ലേ? ഈ മ്യൂസീഷ്യൻസ്, ഇതിന് മ്യൂസിക് കൊടുക്കുന്ന ആൾക്കാരും ഈ പാടുന്ന ആൾക്കാരൊക്കെ എവിടെയാണ് ഉണ്ടാവുക എന്ന് അവൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ടായിരുന്നു. ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾ റേഡിയോസ് ടു ഫൈൻഡ് ദം. എന്താ പറയുന്നത്? ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾ റേഡിയോസ് ടു ഫൈൻഡ് ദം. ഈ മ്യൂസീഷ്യൻസിനെയും സിംഗേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പഴയ റേഡിയോ ഒക്കെ അവൻ അഴിച്ച് പറിച്ച് നോക്കിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളെങ്ങാട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആസ് ഹി ലേ എവേക്ക് ഹിസ് ഗ്രാൻഡ് പാസ് ടെയിൽസ് ഓഫ് മാജിക് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്. എന്താ പറയുന്നത്? അവനിങ്ങനെ ഉറങ്ങാണ്ടിങ്ങനെ കിടന്നപ്പോൾ അവൻ്റെ ഗ്രാൻഡ്പയുടെ, മുത്തച്ഛൻ്റെ അല്ലെങ്കിൽ അച്ചാച്ചൻ്റെ, അപ്പൂപ്പൻ്റെ, ആരുടെ ആയാലും ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് ഫാദർ അല്ലെങ്കിൽ മദേഴ്സ് ഫാദർ. ഓക്കെ, ഗ്രാൻഡ് ഫാദറിൻ്റെ ടെയിൽസ് ഓഫ് മാജിക്, മാജിക്കിനെ കുറിച്ചുള്ള കഥകൾ ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്. അവൻ്റെ മനസ്സിലേക്ക് കൂടി ഇങ്ങനെ മിന്നിമായാൻ തുടങ്ങി. അവൻ്റെ മുത്തച്ഛൻ പറഞ്ഞു കൊടുത്ത കഥകൾ ഇങ്ങനെ മനസ്സിലേക്ക് കൂടി വരാൻ തുടങ്ങി. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറീസ് സീം ടു ട്യൂറൽ ബിഫോർ ഹിസ് ഐസ്. എന്താ പറയുന്നത്? അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ മുത്തച്ഛൻ പറഞ്ഞു കൊടുത്ത കഥകളിലെ പ്രേത കഥകൾ അല്ലേ, അവരൊക്കെ ഡാൻസേഴ്സൊക്കെ അവൻ്റെ മനസ്സിലേക്ക്, അവൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലെ അവന് തോന്നി. ഓക്കെ, TWIRL, ട്വറൽ എന്നാണ് വായിക്കുക കേട്ടോ. എന്നുവെച്ചാൽ കറങ്ങി നടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടോ അവിടെ. വൈ ഡിഡ് ദി വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി? എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ് വേഗം തന്നെ
കിടന്നുറങ്ങാറുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ദ വില്ലേജേഴ്സ് വെൻറ്റ് ടു ബെഡ് ഏർലി ബിക്കോസ് they were poor farmers and they didn't have enough money to light their homes. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Why did William crack open all radios? William cracked open all radios because he was curious to know where the musicians and singers were hiding inside the radio. Okay. അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വില്യം അത് റേഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയത്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് 2 സ്ലൈഡാക്കി ടീച്ചർ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണം തോന്നുകയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് പേജിൽ പോയിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നോക്കൂ. ആസ് വില്യം വർക്ക്ഡ് ഇൻ ദ ഫീൽഡ്സ് അറ്റ് ഡോൺ he imagined he could see magical beings among the rows of maize. എന്താ പറയുന്നത്? രാവിലെ ആകുമ്പോൾ വില്യം അവൻ്റെ അച്ഛൻ്റെ കൂടെ പാടത്തേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പോകും അല്ലേ, കൃഷിപ്പണി എടുക്കാൻ വേണ്ടി പോകും. അവിടെ ഇങ്ങനെ ഫീൽഡിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രഭാതത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ ഇമാജിൻ ചെയ്യും, ഇവനിങ്ങനെ ചിന്തിക്കും. എന്ത്? ഈ മെയ്സ് എന്ന് പറഞ്ഞാൽ ചോളമാണ് കേട്ടോ. ഈ ചോളത്തിൻ്റെ പാടം, അതായത് വലിയ വരിയായിട്ട് ചോളം നട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാജിക്കൽ സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കുമോ എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. പിന്നെയോ, ആസ് ട്രക്സ് റംബിൾഡ് അക്രോസ് ദ പാത്ത്. എന്താ റംബിൾഡ് എന്ന് പറഞ്ഞാൽ? ട്രക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒച്ചയില്ലേ, ഇരമ്പുക എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ. ആ ഇരമ്പുന്ന സൗണ്ട്, ട്രക്സൊക്കെ പോകുമ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്ത്? ഹി വണ്ടേർഡ് ഹൗ ദെയർ എൻജിൻസ് മേഡ് ദം ഗോ. എങ്ങനെയായിരിക്കും ഈ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ പാകത്തിന് ആ എൻജിനൊക്കെ ആക്കിയിട്ടുണ്ടാവുക എന്ന് വില്യം ചിന്തിക്കാറുണ്ടായിരുന്നു. ഓക്കെ. ലുക്ക് വേർ യു ത്രോ യുവർ ഹോ, ഹിസ് ഫാദർ വുഡ് ഷൗട്ട്, ഷേക്കിംഗ് ഹിം ഔട്ട് ഓഫ് ഹിസ് ഡ്രീമി തോട്ട്സ്. ഇവനിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന് ചിന്ത മുഴുവൻ ഇങ്ങനെ ഓരോ കാര്യത്തിലാണ് അല്ലേ. ഈ ചോളത്തിനിടക്ക് എന്തെങ്കിലും മാജിക്കുള്ള എന്തായിട്ടുള്ള ഉണ്ടാവുമായിരിക്കുമോ, അല്ലെങ്കിൽ ആ ട്രക്ക് എങ്ങനെയാണ് പോകുന്നതൊക്കെയാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തൂമ്പാപ്പണി എടുക്കുന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ അച്ഛൻ പറയലാണ് എന്ത്? ലുക്ക് വേർ യു ത്രോ യുവർ ഹോ. നീ എവിടെയാ ത്രോ മീൻസ് ഹോ എന്ന് പറഞ്ഞാൽ തൂമ്പ അല്ലെങ്കിൽ കൈക്കോട്ട്, എന്താ നിങ്ങൾ പറയാത് അല്ലേ, നമ്മൾ മൺവെട്ടിയില്ലേ അത്. ഓക്കെ. അത് നീ എവിടെയാണ് ഇടുന്നത് നീ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ എന്ന് അച്ഛൻ പറയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ്റെ ചിന്തകളിൽ നിന്ന് അവൻ ഷെയ്ക്കായി, മീൻസ് അവൻ അവിടുന്ന് മാറി, ആ ചിന്തകളിൽ നിന്ന് മാറി വരും. ആ ഡ്രീമി തോട്ട്സ് എന്നൊക്കെ അവൻ പെട്ടെന്ന് മാറി ചിന്തിക്കുമായിരുന്നു. ഓക്കെ. ബട്ട് ദ മാജിക്കൽ ബീയിങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ് റെയിൻ. വിതൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്കോച്ച് ദ ഫീൽഡ്സ്. എന്താ പറയുന്നത്? ഇവൻ്റെ വില്യംസിൻ്റെ ഈ ഇമാജിനേഷൻ, മാജിക്കൽ ആയിട്ടുള്ള ഇമാജിനേഷനൊന്നും അവിടെ മഴ കൊണ്ടുവരാൻ സഹായിച്ചില്ല അല്ലേ. മഴയില്ല ആ ഗ്രാമത്തിൽ. അങ്ങനെ മഴയില്ലാണ്ടായി, വെള്ളമില്ലാണ്ടായിട്ട് എന്താണ്? ആംഗ്രി സൺ, ദാറ്റ് മീൻസ് സൂര്യൻ്റെ ചൂട് കാരണം ആ ഫീൽഡൊക്കെ, ആ പാടങ്ങളൊക്കെ ഉണങ്ങി വരണ്ടു. ഓക്കെ. സൂര്യൻ്റെ ചൂട് ഭൂമിയെ പൊള്ളിച്ചു. സ്കോച്ച്ഡ്, SCORCHD, സ്കോച്ച്ഡ് എന്നാണ് വായിക്കുക. അതിനെ പൊള്ളിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. സൂര്യൻ്റെ ചൂട് ഭൂമിയെ പൊള്ളിച്ചു അല്ലേ. The farmers' prayers for rain went answered. The farmers' prayers for rain went unanswered. ആ കർഷകരുടെ പ്രാർത്ഥനകൾ, എന്തിനു വേണ്ടിയിട്ടുള്ള? മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള കർഷകരുടെ പ്രാർത്ഥനകളൊക്കെ വെൻറ്റ് അൺആൻസേർഡ്. അതിനൊന്നും ഒരു ഉത്തരമില്ലാത്ത പോലെ പോയി. അവരുടെ പ്രാർത്ഥനയൊന്നും ഫലം കണ്ടില്ല. The rows of maize turned into dust. എന്തായി? ആ ചോളമൊക്കെ ഉണങ്ങി പൊടിഞ്ഞു പോയി അല്ലേ, വെള്ളമില്ലാണ്ടായിട്ട് ഉണങ്ങി പൊടിഞ്ഞു പോയി. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാർവ്. എന്താണ്? വെള്ളമൊന്നും ഇല്ലാണ്ട്, ഭക്ഷണമൊന്നും ഇല്ലാണ്ട് ആ ഗ്രാമം മുഴുവൻ സ്റ്റാർവ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കാൻ തുടങ്ങി കേട്ടോ. സൂൺ വില്യംസ് ഫാദർ ഗ്യാതേർഡ് ദ ചിൽഡ്രൻ ആൻഡ് സെഡ്. പെട്ടെന്ന് വില്യമിൻ്റെ അച്ഛന് ഒരു ഇത് തോന്നിയിട്ട് അയാളുടെ മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഫ്രം നൗ ഓൺ വി ഈറ്റ് ഓൺലി 1 meal per day, മേക്ക് ഇറ്റ് ലാസ്റ്റ്. മനസ്സിലായോ? നമ്മൾ ഇന്ന് മുതൽ, കാരണം ഭക്ഷണം വളരെ കുറവാണ് കഴിക്കാൻ, അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതൊരു കുറച്ച് ലേറ്റായിട്ട് കഴിച്ചിട്ട് ഒരു ദിവസത്തിൽ ഒരു ഭക്ഷണം എന്നുള്ള രീതിയിലേക്ക് നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മക്കളോട് വിളിച്ച് അച്ഛൻ പറഞ്ഞു. നോക്കി എന്ത് ദാരിദ്ര്യമാണെന്നല്ലേ, നമ്മൾ 3 നേരം ഭക്ഷണം അതിനിടയ്ക്ക് സ്നാക്സൊക്കെ കഴിക്കുന്നില്ലേ, അതൊന്നും ഇല്ല ഇവിടെ അല്ലേ. അവർക്ക്, ആ മക്കൾക്ക് ഒന്നുമില്ല, ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാനാണ് അച്ഛൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ. ഇൻ ദ ഈവനിങ്സ് ദേ സാറ്റ് അറൗണ്ട് ദ ലാൻറ്റേൺ and ate their handful of food.
വാച്ചിങ് ഹംഗ്രി പീപ്പിൾ പാസ് ലൈക്ക് സ്പിരിറ്റ്സ് അലോങ് ദ റോഡ്സ്. എന്താ പറയുന്നത്? അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അവരൊരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട്, ലാൻറ്റേൺ എന്ന് പറഞ്ഞാൽ വിളക്കാണ്, വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അവർക്കുള്ള ഭക്ഷണം എന്താണോ അത് അവർ കഴിക്കും. അന്നേരം അവർ കാണുന്നുണ്ടാവും മറ്റ് മക്കൾ എന്താണ് വിശപ്പ് സഹിക്കാതെ മറ്റ് മക്കൾ റോഡിലേക്ക് കൂടി ഇങ്ങനെ നടക്കുന്നതൊക്കെ അവർ കണ്ടുകൊണ്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുക, അല്ലേ? അത്രയേ ഉള്ളൂ ഭക്ഷണം, ഷെയർ ചെയ്യാൻ പോലും ഭക്ഷണമില്ല. ഓക്കെ. മണി ഓൾസോ ഡിസപ്പിയേർഡ് വിത്ത് ദ റെയിൻ. പൈസയും മഴയുടെ കൂടെ പൈസയും ഇല്ലാണ്ടായി. എന്തുകൊണ്ടാണ്? മഴയുണ്ടെങ്കിലേ നല്ല വിളവുണ്ടാവുള്ളൂ, അല്ലേ? വിളവുണ്ടെങ്കിലേ അവർക്ക് പൈസ കിട്ടുള്ളൂ, അത് വിറ്റാലേ അവർക്ക് പൈസ കിട്ടുള്ളൂ, എന്നാലേ അവർക്ക് പൈസ ഉണ്ടാവുള്ളൂ, മീൻസ് ഭക്ഷണം മേടിക്കാൻ കഴിയുള്ളൂ. അപ്പം മണിയും പൈസയും എന്താണ്? മഴയുടെ കൂടെ തന്നെ ഡിസപ്പിയേർഡായി, മീൻസ് അപ്രത്യക്ഷമായി. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. എല്ലാ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഓൺലി ഫ്യൂ, കുറച്ച് ഭാഗ്യമുള്ള കുട്ടികൾക്ക് മാത്രമാണ് സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നത്. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ്. വില്യം അതുപോലെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരു കുട്ടിയാണ്. പൈസയില്ലായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാണ്ട് പുറത്താക്കപ്പെട്ടൊരു കുട്ടിയാണ് വില്യം. 4 weeks he sulked under a mango tree. എന്താ പറയുന്നത്? കുറേ ആഴ്ചകളോളം അവൻ സൾക്ട്, SULKED, സൾക്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കടമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ മുഖം ചുളിച്ചിരിക്കൂലേ, അതിനാണ് സൾക്ട് എന്നാ പറയുക കേട്ടോ. സൾക്ക്ഡ് അല്ല, സൾക്ട്. ഓക്കെ. 4 weeks he sulked under a mango tree. മുഖമൊക്കെ വിഷമിച്ച മുഖത്തോടു കൂടി ഒരു മാവിൻ്റെ ചുവട്ടിൽ അവൻ പോയിരുന്നു കുറേ ആഴ്ചകളോളം. ഓക്കെ. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവന് പെട്ടെന്ന് അവൻ്റെ റോഡിൻ്റെ അവിടെ അടുത്തുള്ള ഒരു ലൈബ്രറി, ഓക്കെ, വായനശാല ഓർമ്മ വന്നു. ഇൻ ദ ലൈബ്രറി ഹി ഫൗണ്ട് സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻറ്റ് പിക്ചേഴ്സ്. ലൈബ്രറിയിൽ അവൻ ഒരുപാട് ബുക്സ് കണ്ടു, അല്ലേ? സയൻസ് ബുക്സൊക്കെ കണ്ടു. അതിനകത്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ്, ചിത്രങ്ങളൊക്കെയുള്ള എന്താണ് സയൻസ് ബുക്സ് അവൻ കണ്ടു. വിത്ത് സം ഡിഫിക്കൽറ്റി ഹി സ്റ്റാർട്ടഡ് റീഡിങ്. വായിക്കാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു, കാരണം സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടാണ്, പകുതിക്ക് വെച്ച് ഒഴിവാക്കിയ കുട്ടിയാണ്, വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും വിഷമത്തോടു കൂടി അവൻ വായിക്കാൻ തുടങ്ങി. സൂൺ ഹി ലേൺഡ് ഹൗ എൻജിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. നോക്കൂ, എന്നിട്ട് എന്ത് ചെയ്തു? അവന് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ ബുക്സ് എടുത്ത്, സയൻസ് ബുക്സ് എടുത്ത് വായിച്ചു മനസ്സിലാക്കി എങ്ങനെയാണ് എൻജിൻ ആ വാഹനത്തെ, ട്രക്കിനെ വലിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, എങ്ങനെയാണ് എൻജിൻ ആ വാഹനത്തെ വലിച്ചു കൊണ്ടുപോകുന്നത് എന്നും, പിന്നെ എങ്ങനെയാണ് റേഡിയോയിൽ നിന്ന് എങ്ങനെയാണ് പാട്ട് വരുന്നത്, അല്ലേ? ആകാശത്ത് നിന്ന് ഇതെടുത്തിട്ട് എങ്ങനെയാണത് പാട്ട് വരുന്നത് എന്നൊക്കെ വില്യംസ് ആ ബുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കിയെടുത്തു കേട്ടോ. ഓക്കെ, നോക്കൂ, അതിൽ 2-3 ക്വസ്റ്റ്യൻസ് കണ്ടോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹി സോ ട്രക്സ് ക്രോസിംഗ് ദ പാത്ത്? എന്താണ് വില്യം ചിന്തിച്ചത്? ട്രക്സ് റോഡിലൂടെ പോകുന്ന കണ്ടപ്പോൾ എന്താണ് വില്യം ചിന്തിച്ചത്? ആസ് ട്രക്സ് ട്രംബിൾഡ് അക്രോസ് ദ പാത്ത് ഹി വണ്ടേർഡ് ഹൗ ദെയർ എൻജിൻസ് മെയ്ഡ് ദം ഗോ. എങ്ങനെയാണ് ആ എൻജിൻ അതിനെ വർക്ക് ചെയ്യിക്കുന്നത്, അതിനെ പോകാൻ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വില്യം ചിന്തിച്ചു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്? ഫാമിലിയെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അവരുടെ ജീവനൊക്കെ നിലനിർത്താൻ വേണ്ടി എന്താണ് വില്യത്തിൻ്റെ അച്ഛൻ കണ്ടുപിടിച്ച മാർഗം? വില്യംസ് ഫാദർ ഹെൽപ്പ് ദ ഫാമിലി സർവൈവ് ബൈ റെഡ്യൂസിങ് ദെയർ ഫുഡ് ടു ഓൺലി 1 meal എ ഡേ. ഒരു ദിവസം ഒരു ഫുഡ് എന്ന രീതിയിലേക്ക് കൺട്രോൾ ചെയ്തിട്ടാണ് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി വില്യമിൻ്റെ ഫാദർ ആലോചിച്ച് കണ്ടുപിടിച്ച മാർഗം, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡിഡ് വില്യം ലേൺ ഫ്രം ദ സയൻസ് ബുക്ക് ഇൻ ദ ലൈബ്രറി? എന്താണ് ലൈബ്രറിയിലെ സയൻസ് ബുക്കിൽ നിന്ന് വില്യം പഠിച്ചത്? ഹി ലേൺഡ് ഹൗ എൻജിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. എങ്ങനെയാണ് ആ വലിയ ട്രക്കിനെ എൻജിൻ മൂവ് ചെയ്യിച്ചത് എന്നും, പിന്നെ അതുപോലെ റേഡിയോയിൽ മ്യൂസിക് ഉണ്ടായത് എങ്ങനെയാണ് എന്നൊക്കെയാണ് വില്യം ആ സയൻസ് ബുക്കിൽ നിന്ന് പഠിച്ചത്. ഓക്കെ. അടുത്തത് നോക്കൂ. But what attracted him the most was the picture of a machine taller than the tallest tree he had seen. പക്ഷേ അവിടെ അവനെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മരത്തിനേക്കാളും വലിയ ഒരു മെഷീൻ്റെ ചിത്രം അവൻ ആ ബുക്കിൽ കണ്ടു. അതാണ് അവനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യിച്ചത്. ഓക്കെ. ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് എ ഫാൻ. വലിയ ബ്ലേഡുകളുണ്ട് അതിന്. ഒരു ഫാനിൻ്റെ ബ്ലേഡ് എങ്ങനെയാണ്, ഫാനിൻ്റെ എന്തിലുണ്ടല്ലോ ചിറകുകൾ, അതുപോലെ ഉള്ള വലിയ ബ്ലേഡുള്ള ഒരു മെഷീൻ അവനവിടെ കണ്ടു. ഓക്കെ. വില്യം റെഡ് ഓൺ. വില്യം കണ്ടിന്യൂ ചെയ്ത് വായിച്ചു.
he learned that it was a machine that produced electricity and pumped water. അവൻ മനസ്സിലാക്കി അത് ഒരു മെഷീനാണ്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും അതിലൂടെ വെള്ളം പമ്പ് ചെയ്യാനും പറ്റുന്ന വലിയൊരു മെഷീനാണ് അതെന്ന് അവൻ ആ ബുക്സ് വായിച്ച് മനസ്സിലാക്കി. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. ഹി സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട്. അവനിങ്ങനെ കണ്ണടച്ച് പിടിച്ചിട്ട് അവനത് കാണാൻ തുടങ്ങിയല്ലേ, ആ വലിയ മെഷീൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് ഗ്രൗണ്ടിലേക്കൊക്കെ വെള്ളം, തണുത്ത വെള്ളം വരുന്നതായിട്ട് അവൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തു, അല്ലെങ്കിൽ അവനിങ്ങനെ മനസ്സിൽ അതിങ്ങനെ കണ്ടു, കണ്ണടച്ച് പിടിച്ചിട്ട് അവൻ കണ്ടു. ഓക്കെ, അവൻ്റെ മനസ്സിൽ ആ ചിത്രം തെളിഞ്ഞു വന്നു. ദ വാട്ടർ ഗഷ്ഡ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ്സ് ടേണിങ് ദ മെയ്സ് ടോൾ ആൻഡ് ഗ്രീൻ. എന്താ പറയുന്നത്? ദ വാട്ടർ ഗഷ്ഡ്, GUSHED എന്ന് പറഞ്ഞാൽ ചീറ്റുക, വെള്ളം ശക്തിയിൽ ചീറ്റി വരില്ലേ, അങ്ങനെ വെള്ളം ചീറ്റി വന്നു. എങ്ങനെ? തേഴ്സ്റ്റി ആയിട്ടുള്ള ഫീൽഡ് അല്ലേ, തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹമാണ്, ദാഹിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ വരണ്ട് കിടക്കുന്ന ആ എന്താണ് അവരുടെ പാടത്തേക്ക് വെള്ളം ചീറ്റി വന്നു. അതോടുകൂടി എന്തായി? ആ മെയ്സ്, ചോളങ്ങളൊക്കെ നല്ല ഉഷാറായി നീളത്തിലും പച്ചപ്പിലൊക്കെ വന്നു എന്നൊക്കെ അവനിങ്ങനെ മനസ്സിൽ കാണാനാണല്ലേ. The windmill was more than a machine. It was a weapon to fight hunger. എന്താണ്? അതൊരു വിൻമില്ലിൻ്റെ ചിത്രമാണ് അവൻ കണ്ടത് അല്ലേ, ആ വലിയ ടോളായിട്ട് കുറേ ബ്ലേഡ്സൊക്കെ ആയിട്ടുള്ള സംഭവം. എന്താണ്? അതൊരു വിൻമില്ലാണ്. ഓക്കെ, ആ വിൻമില്ല് ഒരു മെഷീൻ മാത്രമായിരുന്നില്ല വില്യംസിന്, വേറെ എന്താണ്? ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അവൻ്റെ വിശപ്പിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ആയുധം കൂടിയായിരുന്നു വില്യംസിന് ആ എന്താണ് വിൻമിൽ. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കൂ. ഐ വിൽ മേക്ക് എൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പർ ടു ഹിംസെൽഫ്. വില്യം പറയാണ്, ഞാൻ ഇതിനെ കൊണ്ടൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കും, ഞാൻ ഇലക്ട്രിക് വിൻഡ്, കരണ്ട് കൊണ്ട് ഞാൻ കാറ്റുണ്ടാക്കുമെന്ന് വില്യം തീരുമാനിച്ചു. വില്യം വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്വയം പറയില്ലേ, പെറുപിറുക്ക് ഇങ്ങനെ പറയുന്നതിനാണ് വിസ്പർ എന്ന് പറയുക കേട്ടോ. അവൻ സ്വയം ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ഇലക്ട്രിക് അതായത് ഇലക്ട്രിസിറ്റി കൊണ്ട് ഞാൻ കാറ്റുണ്ടാക്കുമെന്ന് പറഞ്ഞു, ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ദ ജങ്ക് യാർഡ് ഇൻ ദ വില്ലേജ് വാസ് എ ട്രഷർ ഹൗസ് ടു വില്യം. അവിടെ ഒരു ജങ്ക് യാർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ജങ്ക് യാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ട് കൂട്ടിയിടുന്ന സ്ഥലമാണ് ജങ്ക് യാർഡ്. ഓക്കെ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് എന്താണ്? ഇറ്റ് വാസ് എ ട്രഷർ ഹൗസ്, കുറേ നിധി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം പോലെയാണ് വില്യംസിന് ആ സ്ഥലം തോന്നിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? സി, അവർ പറയുന്ന അടുത്ത റീസൺ നോക്കൂ. ഹി ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. അവിടെ അവൻ സാധനങ്ങൾ കണ്ടു. ഹി ഫൗണ്ട് തിങ്സ്, എന്തൊക്കെ? അവനവിടെ സാധനങ്ങൾ കണ്ടു. ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. അവൻ്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരുപാട് വസ്തുക്കൾ അവൻ ആ ജങ്ക് യാർഡിൽ കണ്ടു. അതുകൊണ്ടാണ് അവനതൊരു ട്രഷർ ഹൗസ് പോലെ തോന്നിയത് കേട്ടോ. സം തിങ്സ് ഹീ കുഡ് ജസ്റ്റ് പിക്കപ്പ്, കുറേ സാധനങ്ങൾ അവൻ പെട്ടെന്ന് പെറുക്കിയെടുത്തതുണ്ട്. ഏതൊക്കെയാണത്? ലൈക്ക് എ ട്രാക്ടറിൻ്റെ ഫാന്. ഓക്കെ, ഓർ സം പൈപ്പ്, കുറച്ച് പൈപ്പ് കഷ്ണങ്ങളും ട്രാക്ടറിൻ്റെ ഫാൻ, വർക്ക് ചെയ്യുന്ന ഫാനില്ലേ, അതൊക്കെ അവൻ വേഗം പെറുക്കിയെടുത്തു. അതർ തിങ്സ് ലൈക്ക് ബെയറിങ്സ് ആൻഡ് ബോൾസ് ഹി ഹാഡ് ടു റിമൂവ്. കുറേ റിമൂവ് ചെയ്ത്, അതായത് എവിടെയൊക്കെയോ ഫിക്സ് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. സോ ആ ബെയറിങ്സും എന്താണ് നട്ടും ബോൾട്ടൊക്കെ ഇല്ലേ, അതൊക്കെ അവൻ റിമൂവ് ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നു. ബാക്കി ഇപ്പോൾ ആ ഫാനും പൈപ്പൊക്കെ അവൻ വേഗം പെറുക്കിയെടുക്കാൻ പറ്റി, മറ്റേതൊക്കെ റിമൂവ് ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നു. ഹി ഹാഡ് ടു സ്ട്രെയിൻ എവ്രി മസിൽ ഇൻ ഹിസ് ബോഡി. എന്ന് വെച്ചാൽ എന്താ? ഹി ഹാഡ് ടു സ്ട്രെയിൻ എവ്രി മസിൽ ഇൻ ഹിസ് ബോഡി എന്ന് വെച്ചാൽ അവൻ്റെ ഫുൾ ശക്തി ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ എടുത്തത് എന്നാണ് പറയുന്നത് കേട്ടോ. അവൻ്റെ ഫുൾ ശക്തി ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ എല്ലാ മസിലും അവൻ അതിനു വേണ്ടി വർക്ക് ചെയ്യിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും സ്ട്രെയിൻ എടുത്തിട്ട് അവനത് ഊരിയെടുത്തു ഓരോന്നും. ദ വീൽ ഫോർ ദ ഇലക്ട്രിക് വിൻഡ് വാസ് എ ബിഗ് പ്രോബ്ലം. ഇപ്പോൾ ഇലക്ട്രിക് വിൻഡാക്കാൻ തീരുമാനിച്ചു, പക്ഷേ അതിനൊരു വീല് വേണം അല്ലേ, അതിനൊരു ചക്രം വേണം. അത് വലിയൊരു ഇഷ്യൂ ആയി അവന്. ആ ചക്രം എവിടുന്ന് അവന് കിട്ടിയിട്ടില്ല. ബട്ട് ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. എന്താ റാംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ? പോരാട്ടം. ഒരുപാട് ഒടുവിൽ വില്യത്തിന് ആ ടയർ അതിൻ്റെ വീലും കിട്ടി. ഓക്കെ, വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസിക്കിൾ. എന്താ പറയുന്നത്? വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസിക്കിൾ. അവൻ്റെ സൈക്കിളിൻ്റെ ഒരു വീൽ അഴിച്ചെടുക്കാൻ വില്യമിൻ്റെ അച്ഛൻ സമ്മതിച്ചു.
ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. അതൊരു വലിയ സാക്രിഫൈസ് ആയിരുന്നു അല്ലേ. എന്തുകൊണ്ടാണ് അത് സാക്രിഫൈസ് ആയത്? ദ ബൈസിക്കിൾ വാസ് ഹിസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ. ഓക്കെ, അവൻ്റെ ഫാമിലിയുടെ ഒരേ ഒരു വാഹനമാണ് ആ ബൈസിക്കിൾ. എന്നിട്ടും അയാളത് ത്യജിക്കാൻ തയ്യാറായി. ത്യാഗം, സാക്രിഫൈസാണ് ത്യാഗം. ഓക്കെ, അവൻ്റെ ഫാദർ അത് അവന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് 2-3 ക്വസ്റ്റ്യൻസ് നോക്കൂ. 2 ക്വസ്റ്റ്യൻസ് അല്ലേ, 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോക്കൂ. വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി? എന്താണ് അവനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്? വാട്ട് അട്രാക്റ്റഡ് ഹിം ദ മോസ്റ്റ് വാസ് ദ പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. അല്ലേ, അവൻ കണ്ടത് മരത്തിനേക്കാളും വലിയ ഒരു മെഷീനാണ് അവനെ അവിടെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത്. ഓക്കെ, അടുത്തത് എന്താ? വൈ ഡിഡ് വില്യം തിങ്ക് ദ വിൻമിൽ വാസ് മോർ ദാൻ ജസ്റ്റ് എ മെഷീൻ? അതൊരു മെഷീൻ മാത്രമല്ല എന്ന് വില്യം ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? ബിക്കോസ് ഇറ്റ് കുഡ് ബ്രിങ് വാട്ടർ ടു ദ ഡ്രൈ ഫീൽഡ്സ് ആൻഡ് ഹെൽപ്പ് ഗ്രോ ഫുഡ്. അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ മേക്കിംഗ് ഇറ്റ് എ പവർഫുൾ വേ ടു ഫൈറ്റ് ഹങ്കർ ഇൻ ഹിസ് വില്ലേജ്. അതുകൊണ്ടാണ് അവൻ അന്നെ ചിന്തിച്ചത് അതൊരു എന്താണ്, ജസ്റ്റ് ഒരു മെഷീൻ മാത്രമല്ല എന്ന് അവൻ ചിന്തിച്ചത്. ഓക്കെ, ഇറ്റ് കുഡ് ബ്രിങ് വാട്ടർ ടു ദ ഡ്രൈ ഫീൽഡ്സ് ആൻഡ് ഹെൽപ്പ് ഗ്രോ ഫുഡ്, മേക്കിംഗ് ഇറ്റ് എ പവർഫുൾ വേ ടു ഫൈറ്റ് ഹങ്കർ ഇൻ ഹിസ് വില്ലേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് വില്യം ഗോ ടു ദ ജങ്ക്യാർഡ്? എന്തിനാണ് വില്യം ആ ജങ്ക്യാർഡിലേക്ക് പോയത്? വില്യം വെൻറ്റ് ടു ദ ജങ്ക്യാർഡ് ടു ഫൈൻഡ് പാർട്സ് ഹി കുഡ് യൂസ് ടു ബിൽഡ് ഹിസ് ഡ്രീം ഇൻവെൻഷൻ. ആ വിൻമിൽ, ഇലക്ട്രിക് വിൻമിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ജങ്ക്യാർഡിലേക്ക് പോയത്. ഓക്കെ, ഗോ എവേ വില്യം ഷൗട്ടഡ് ടു ദ ബേർഡ്സ് ആൻഡ് സ്പൈഡേഴ്സ് വിച്ച് ഹാഡ് മെയ്ഡ് ദ ജങ്ക്യാർഡ് ദെയർ ഹോം. ജങ്ക്യാർഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ. അവിടെ എന്താണ്, സ്പൈഡേഴ്സും പക്ഷികളൊക്കെ അവരെ കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം ആൾക്കാരൊന്നും അങ്ങനെ പോവാത്തൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ വില്യം എന്താ പറയുന്നത്? ഗോ എവേ, ഇവിടുന്ന് പോയല്ലായിരുന്നു വില്യം ഉച്ചത്തിൽ അവരോട് ഷൗട്ട് ചെയ്തു. ഓക്കെ, ആ സ്പൈഡേഴ്സിനോടും ബേർഡ്സിനോടൊക്കെ ഉച്ചത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോയേ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ആസ് വില്യം ക്യാരിഡ് ഹിസ് പ്രൈസ്ഡ് പൊസഷൻസ് ഹോം ദ വില്ലേജേഴ്സ് സെഡ് ടു ഈച്ച് അതർ, ഹീ ഈസ് ക്രേസി, ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ട്രാഷ്. അവൻ ആ ജങ്ക്യാർഡിൽ നിന്ന് എന്താണ് പഴയ സാധനങ്ങൾ എടുത്തതല്ലേ. ട്രാക്ടറിൻ്റെ ഫാന്, കുറേ പൈപ്പിൻ്റെ കഷ്ണങ്ങൾ, അങ്ങനത്തെയൊക്കെ എടുത്തിട്ട് വരുമ്പോൾ കുറേ നട്ടും ബോൾട്ടും ഒക്കെ എടുത്തിട്ട് വരുന്ന കണ്ടപ്പോൾ എന്താണ് വില്ലേജേഴ്സൊക്കെ തമാശയാക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹീ ഈസ് ക്രേസി, അവന് ശരിക്കും വട്ടാണ്. ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ട്രാഷ്. ഇങ്ങനെ ക്രേസി ആയിട്ടുള്ള വട്ടായിട്ടുള്ള ആൾക്കാർ മാത്രമേ ട്രാഷ് കൊണ്ട്, വേസ്റ്റ് കൊണ്ട് കളിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, പ്രൈസ്ഡ് പൊസഷൻസ്. എന്താ പൊസഷൻസ് എന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ. ഓക്കെ, അവന് അത്രയും വാല്യുബിളാണ്. ആ വേസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ പോലും അതൊക്കെ അവന് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ആഫ്റ്റർ മെനി വീക്സ് വില്യം അറേഞ്ച്ഡ് ഹിസ് പീസസ് ഇൻ ദ ഡേർട്ട്. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ വില്യത്തിന് കിട്ടിയ കുറേ വേസ്റ്റ് മെറ്റീരിയൽ, ട്രാഷ് മെറ്റീരിയൽസ് ഒക്കെ അവൻ എന്ത് ചെയ്തു? നിലത്ത് മണ്ണിൽ കൊണ്ടിട്ട് അവൻ സെറ്റ് ചെയ്യാൻ തുടങ്ങി, അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എ ബ്രോക്കൺ ബൈസിക്കിൾ. എന്താ ഉണ്ടായിരുന്നത്? ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. റസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ്. റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിച്ച കേട്ടോ, റസ്റ്റഡ്. തുരുമ്പ് പിടിച്ച ബോട്ടിലിൻ്റെ അടപ്പുകളുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് പൈപ്പുകളുണ്ടായിരുന്നു. ദർ വാസ് ഈവൺ എ സ്മോൾ ജനറേറ്റർ ദാറ്റ് പവേർഡ് എ ഹെഡ്ലൈറ്റ് ഓൺ എ ബൈക്ക്. അതായത് ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിന് ലൈറ്റ് കൊടുത്തിരുന്ന ഒരു ജനറേറ്റർ, ഒരു ചെറിയ ജനറേറ്റർ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഓക്കെ, ഫോർ 3 days ഹി ബോൾട്ടഡ്, ബാങ്ക്ഡ് ആൻഡ് ടിങ്കേർഡ്. എന്തൊക്കെയാണ് ചെയ്തത്? 3 ദിവസം അവന് എന്തുതന്നെയായിരുന്നു? ഒരേ പണിയായിരുന്നു. ബോൾട്ടഡ് എന്ന് പറഞ്ഞാൽ അഴിക്കുക, ബോൾട്ടൊക്കെ, നട്ടും ബോൾട്ടൊക്കെ അഴിക്കുക, പിന്നെയും ഫിക്സ് ചെയ്യുക. ഓക്കെ, അതാണ് ബോൾട്ടഡ്. പിന്നെ ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഹാമർ വെച്ചിട്ട് അടിച്ച് പരത്തുക, കുറേ സാധനങ്ങൾ ഇടിക്കുകയൊക്കെ ചെയ്യുക. ഹാമറൊക്കെ വെച്ചിട്ട് അടിച്ച് പരത്തുന്നതിനാണ് ബാങ്ക്ഡ് എന്ന് പറയുക. BANGD, ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഹാമറും കൊണ്ട് അടിക്കുന്നതാണ്. ഓക്കെ, പിന്നെയോ ആൻഡ് ടിങ്കേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരി ഫിക്സ് ചെയ്തിട്ടൊക്കെ എന്താണ് എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നതാണ് ടിങ്കേർഡ് എന്ന് പറയുക കേട്ടോ. അങ്ങനെ ഇത് തന്നെയായിരുന്നു 3 ദിവസത്തേക്ക് അവൻ്റെ പണി. ചിക്കൻ സ്ക്വാറ്റ്, ഡോഗ്സ് ഹൗൾഡ് ആൻഡ് നെയ്ബേഴ്സ് ഷുക്ക് ദെയർ ഹെഡ്സ്. എന്താ പറയുന്നത്? കോഴികളൊക്കെ ഒച്ചയാക്കാൻ തുടങ്ങി. ഓക്കെ, സ്ക്വാക്ഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടാകുമ്പോൾ പക്ഷികളുണ്ടാക്കുന്ന പ്രത്യേകതരം സൗണ്ടിനാണ് സ്ക്വാക്ഡ് എന്ന് പറയുക. ഓക്കെ, കോഴികളൊക്കെ ഒച്ചത്തിൽ കൂകാനൊക്കെ തുടങ്ങി. ഡോഗ്സ് ഹൗൾഡ് HOWLED എന്ന് പറഞ്ഞാൽ
എന്താണ് ഓരിയിടുക, പട്ടികൾ ഓരിയിടാൻ തുടങ്ങി. ആൻഡ് നെയ്ബേഴ്സ് ഷുക്ക് ദെയർ ഹെഡ്സ്, അയൽവക്കക്കാരൊക്കെ അവരുടെ തല ഇങ്ങനെ എന്തൊരു കഷ്ടമായി കുട്ടി എന്തെന്നാ ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടാനും അവരെ കളിയാക്കാനും തുടങ്ങി. വാട്ട് ഈസ് ദ ക്രേസി ബോയ് ഡൂയിങ് നൗ, ഈ കുട്ടിക്ക് എന്താ വട്ടാണ്, ഇവൻ എന്താ ചെയ്യുന്നത്, ഈ ക്രേസി ബോയ് എന്താ ചെയ്യുന്നത് എന്ന് അവർ അന്യോന്യം പറയാൻ തുടങ്ങി. ദ നെയ്ബേഴ്സ് ആസ്ക്ഡ് ദംസെൽസ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. ബട്ട് ഹിസ് കസിൻ ജോഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ട് സൂൺ അപ്പിയർഡ്, അവൻ്റെ കസിൻ ജോഫ്രിയും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ടും അവിടെ വന്നിട്ട് അവനോട് എന്തോ ചോദിച്ചു. എന്താ ചോദിച്ചത്? ക്യാൻ വി ഹെൽപ്പ് വിത്ത് ഇലക്ട്രിക് വിൻഡ്, ദേ ആസ്ക്ഡ് ഹിം, ഞങ്ങളും നിന്നെ ഹെൽപ്പ് ചെയ്തോട്ടെ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കാൻ എന്ന് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കസിനും വന്ന് ചോദിച്ചു. അപ്പോൾ എന്താ വില്യം പറഞ്ഞു നോക്കൂ, ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, നിങ്ങളുടെ മഴു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആയുധം കിട്ടുന്നത് അത് എടുത്തിട്ട് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഓക്കെ. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്, അവർ രണ്ടുപേരെയും കൂട്ടി വില്യം ഫോറസ്റ്റിലേക്ക് പോയി. ടുഗെദർ ദേ സ്വങ് ദെയർ ഷാർപ്പ് ബ്ലേഡ്സ് ഇൻ ടു ദ ട്രങ്ക്സ് ഓഫ് ട്രീസ്, എന്നുവെച്ചാൽ എന്താണ്, ടുഗെദർ അവർ മൂന്നാളും കൂടിയിട്ട് ദേ സ്വങ് ദെയർ ഷാർപ്പ് ബ്ലേഡ്സ്, അവരുടെ വലിയ ബ്ലേഡുകൾ അവരെന്ത് ചെയ്തു, മരത്തിൻ്റെ മേലെ ഇട്ടിട്ട് സ്വങ് ചെയ്തു. സ്വങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക എന്നാണ് അല്ലേ, സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ്, സ്വങ് ഊഞ്ഞാലാടി. ഇവിടെ മരത്തിൻ്റെ മേലെ ബ്ലേഡ് കൊണ്ട് ഊഞ്ഞാലാടുകയാണോ ചെയ്യുക? അല്ല അല്ലേ, അവർ ബ്ലേഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വാള് വെച്ച് മരം മുറിക്കുന്നത് കണ്ടിട്ടില്ലേ, മുമ്പോട്ടും പുറകോട്ടും വലിക്കുന്നത് കണ്ടിട്ടില്ലേ, അതിനാണ് മുമ്പോട്ടും പുറകോട്ടും വലിക്കുന്നതിനാണ് ഇവിടെ സ്വങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അവർ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വാള് വെച്ചിട്ട് മുറിക്കാൻ തുടങ്ങി. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്തവർ നോക്കൂ, ദേ കട്ട് ലോങ് പ്ലാങ്ക്സ് ആൻഡ് ഹാമേർഡ് ദം ടുഗെദർ ടു മേക്ക് ദ ടവർ ഓഫ് ദ വിൻമിൽ. അവർ മരത്തിൻ്റെ പലകകൾ മുറിച്ചുണ്ടാക്കിയിട്ട് അതിനെ ഒരുമിച്ച് ഹാമർ ചെയ്തു അല്ലേ, അവരെന്താണ് എല്ലാം അടിച്ച് നേരെയാക്കി അതിന് വലിയ പലകകളാക്കി അതിനെ ടവറാക്കി മാറ്റി, വിൻമില്ലിൻ്റെ ടവറാക്കി അവർ മാറ്റി. ഓക്കെ. അതിൻ്റെ ടവർ ഉണ്ടാക്കി. ദേ ഇറക്റ്റഡ് ദ ടവർ ആൻഡ് ഫിക്സ്ഡ് ദ ഹ്യൂജ് ബ്ലേഡ്സ് ഓൺ ദ ടോപ്പ്, ആ ടവറിനെ അവർ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചു. ഇറക്റ്റഡ് എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ചു. ഓക്കെ. എന്നിട്ട് അതിൻ്റെ മേലെ വലിയ ബ്ലേഡുകൾ അവർ എന്താണ് കൊണ്ട് ഉണ്ടാക്കി വെച്ചു, അതിൻ്റെ മേലെ ഉണ്ടാക്കി വെച്ചു. ഓക്കെ. ഇനി 2 ക്വസ്റ്റ്യൻസ് കണ്ടു. അവിടെ എന്തൊക്കെയാണ്? വാട്ട് മെയ്ഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യം വാസ് ക്രേസി, വില്യത്തിന് വട്ടാണെന്ന് ആ വില്ലേജേഴ്സിനെ തോന്നിപ്പിക്കാൻ കാരണം എന്താണെന്ന്. ഓക്കെ. ദ വില്ലേജേഴ്സ് തോട്ട് വില്യം വാസ് ക്രേസി ബിക്കോസ് ഹി വാസ് കളക്ടിങ് ട്രാഷ് ഫ്രം ദ ജങ്ക് യാർഡ്. ജങ്ക് യാർഡ് എന്നുള്ള ട്രാഷൊക്കെ അല്ലേ, വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് വരുന്നത് കണ്ടിട്ടാണ് വില്ലേജേഴ്സ് അങ്ങനെ വില്യത്തിന് ക്രേസ് ആണെന്ന് വിചാരിച്ചത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് വില്യം ക്രിയേറ്റ് ദ ടവർ ഫോർ ദ വിൻഡ് മിൽ, എങ്ങനെയാണ് വില്യം വിൻഡ് മില്ലിൻ്റെ ടവർ ഉണ്ടാക്കിയത്? വില്യം കട്ട് ലോങ് പ്ലാങ്ക്സ് ആൻഡ് ഹാമേർഡ് ദം ടുഗെദർ ആൻഡ് മെയ്ഡ് ദ ടവർ ഫോർ ദ വിൻഡ് മിൽ. ഓക്കെ. ഇപ്പോൾ മനസ്സിലായല്ലോ, ഇത് മരം കട്ട് ചെയ്തിട്ട് പ്ലാങ്ക്സ് പലകകൾ ഉണ്ടാക്കി അങ്ങനെയാണ് ടവർ ഉണ്ടാക്കിയത്. ഓക്കെ. ഓക്കെ. എന്നിട്ട് നോക്കൂ, വില്യം ഹാഡ് മെയ്ഡ് എ ക്രൂഡ് മോട്ടോർ വിച്ച് വുഡ് റൊട്ടേറ്റ് ആസ് ദ വിൻഡ് ടേൺഡ് ദ ബ്ലേഡ്സ്. എന്താണ്, അവനൊരു ക്രൂഡ് മോട്ടർ, എന്താ ക്രൂഡ് എന്ന് ഉദ്ദേശിച്ചാൽ ഒരു റഫായിട്ടുള്ള ഓക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മോട്ടർ അവൻ ഉണ്ടാക്കി. അവനതിൻ്റെ ഫൈനൽ വേർഷനൊന്നും അല്ല, എന്നാലും ഒരു റഫായിട്ടൊരു മോട്ടർ അവൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, അത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു അല്ലേ. എന്നിട്ടോ വിൻഡ് ടേൺ വിൻഡ് കാറ്റുകൊണ്ട് ഈ വിൻഡ് മില്ലിൻ്റെ ചക്രങ്ങൾ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആ ക്രൂഡ് മോട്ടർ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോട്ടർ അവൻ ഉണ്ടാക്കി. ഓക്കെ. As soon as the wind was strong enough to turn the blades, he connected the wires from the motor to a bulb. എന്ത് ചെയ്തു, അപ്പോൾ കാറ്റ് ശക്തിയായി അടിക്കാൻ തുടങ്ങിയപ്പോൾ ആ മോട്ടറിൽ നിന്നുള്ള എന്താണ് ഒരു വയർ കണക്ട് ചെയ്തിട്ട് അവനൊരു ബൾബിന് കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. വില്യം, ജോഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് എക്സൈറ്റഡ്ലി ആസ് ദ ലൈറ്റ് ഗ്ലോഡ്. ശക്തിയിൽ കാറ്റ് കറങ്ങിയപ്പോൾ അവന് അതിൻ്റെ അകത്തുനിന്ന് ഒരു വയറ് കണക്ട് ചെയ്തിട്ട് ഒരു ബൾബിന് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ശക്തിയിൽ കാറ്റടിക്കുമ്പോൾ ഈ ബൾബ് കത്താൻ തുടങ്ങി, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ. ശക്തിയിൽ കാറ്റടിച്ചപ്പോൾ വിൻമില്ലിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു, അത് ആ വയറിലേക്ക് കൂടി ബൾബിലേക്ക് വന്ന് ആ ബൾബ് കത്താൻ തുടങ്ങി. അപ്പോൾ വില്യവും ജെഫറിയും പിന്നെ ഗിൽബർട്ടും എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ആശ്ചര്യത്തോടുകൂടി ആകാംക്ഷയോടുകൂടി ലൈറ്റ് കത്തുന്നത് അവർ നോക്കി നിന്നു. ഇറ്റ് ഗ്ലോഡ് ഫെയിൻലി അറ്റ് ഫസ്റ്റ്. ആദ്യം ശരിക്കൊന്നും കത്തിയില്ല, ഇങ്ങനെ മങ്ങി കത്തിയത്. ഫെയിൻറ്റ് എന്ന് മീൻസ് കറക്റ്റായിട്ട് കത്താണ്ട് ഇങ്ങനെ മങ്ങി കത്തി. ബട്ട് ആസ് ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ ഇറ്റ് ബേൺഡ് ബ്രൈറ്റ് ലൈക്ക് ദ സൺ. ശക്തിയിൽ കാറ്റടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ബൾബ് നല്ല എന്താണ് സൂര്യപ്രകാശം പോലെ കത്താൻ തുടങ്ങി. അത്രയും നല്ല വെളിച്ചത്തിൽ ഇത് കത്താൻ തുടങ്ങി. വെൽ ഡൺ, വൺ ഓഫ് ദ ഓൺലുക്കേഴ്സ് ഷൗട്ടഡ്.
സൂൺ എവ്രിബഡി സ്റ്റാർട്ടഡ് ചിയറിങ്. വെൽ ഡൺ, ഓ സൂപ്പർ, മക്കളെ നന്നായി ചെയ്തു എന്ന് അവിടെ നോക്കി നിന്ന ആൾക്കാരിൽ ഒരാൾ ആദ്യം അവരെ അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലേ, അവരെ അഭിനന്ദിച്ചു. അങ്ങനെ എല്ലാവരും അവരെ അഭിനന്ദിക്കാൻ തുടങ്ങി. ഓക്കെ, ചിയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ഐ ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം ഷൗട്ടഡ് എക്സ്റ്റാറ്റിക്കലി. എന്താ പറഞ്ഞത്? ഞാൻ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കിയെന്ന് വില്യം ഭയങ്കര പരമാനന്ദത്തോടെ, എക്സ്റ്റാറ്റിക്കലി എന്ന് പറഞ്ഞാൽ പരമാനന്ദം, എക്സ്ട്രീം ഹാപ്പിനെസ്സിൽ അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കിയെന്ന് വില്യം പറഞ്ഞു. ഓക്കെ. എന്നിട്ട് നോക്കൂ, ബട്ട് വില്യം ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ. വില്യത്തിന് അറിയായിരുന്നു അവൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് അവൻ അറിയായിരുന്നു. ഓക്കെ. ഹി ഹാഡ് ഓൺലി മാനേജ് ടു ലൈറ്റ് എ ബൾബ് വിത്ത് ഹിസ് വിൻമിൽ. അവന് ജസ്റ്റ് ഒരു ബൾബ് കത്തിക്കാൻ മാത്രമേ അവന് പറ്റിയിട്ടുള്ളൂ ഇതുവരെ, അല്ലേ. അവൻ്റെ ഒരു ലക്ഷ്യം വേറെയാണ്. അവൻ അതിൽ നിന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാക്കിയിട്ട് അവൻ്റെ ഫാമേഴ്സിന് മൊത്തം കൊടുക്കണം, അവൻ്റെ വില്ലേജേഴ്സിന് മൊത്തം കൊടുക്കണം. പക്ഷെ അവനിപ്പോൾ ജസ്റ്റ് ഒരു ബൾബ് കത്തിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവൻ ചിന്തിക്കുന്നത് ഹി ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ. ഓക്കെ. ബട്ട് ഹി ഹാഡ് മെയ്ഡ് ദ ബിഗിനിങ്. അവൻ എന്തായാലും അവൻ്റെ തുടക്കം അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു, അവൻ ചെയ്തു. അവൻ എന്താണ്, വിജയകരമായി അവൻ്റെ തുടക്കം അവൻ ചെയ്തു കഴിഞ്ഞു. സൂൺ അനദർ മോർ പവർഫുൾ വിൻമിൽ വുഡ് വർക്ക് എ പമ്പ്. എത്രയും പെട്ടെന്ന് അവൻ അടുത്തൊരു വിൻമിൽ ഉണ്ടാക്കും. ഓക്കെ, ഒരു പമ്പിനെ വർക്ക് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു വിൻമിൽ അവൻ ഉണ്ടാക്കും. ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഇൻ ഹിസ് വില്ലേജ്. എന്താണ്, അങ്ങനെ പമ്പ് വർക്ക് ചെയ്യുന്ന ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ അവൻ്റെ വില്ലേജിലേക്ക്, ഫീൽഡുകളിലേക്ക്, അവൻ്റെ പാടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കും. ക്രിയേറ്റിംഗ് ഫുഡ് വെയർ വൺസ് ദർ വാസ് നൺ. ഭക്ഷണമൊന്നും ഇല്ലാത്ത അവൻ്റെ വില്ലേജിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ അവിടെ കൃഷിപ്പണിയൊക്കെ ഉഷാറാകും, അതോടുകൂടി ഭക്ഷണമൊക്കെ വരും, അല്ലേ. ഇറ്റ് വുഡ് ബി എ മോർ വണ്ടർഫുൾ മാജിക് ദാൻ വാട്ട് ഹി ഹാഡ് ഹേർഡ് ഇൻ ഹിസ് ഗ്രാൻഡ് പാ സ്റ്റോറീസ്. അതെ, അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുത്തച്ഛൻ പറഞ്ഞു കൊടുത്ത കഥകളിലെ മാജിക്കിനേക്കാളും എത്രയോ വലിയ മാജിക്കായിട്ട് അവൻ്റെ ആ കണ്ടുപിടുത്തങ്ങൾ മാറും. ഓക്കെ. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നോക്കുക എന്താണത്. വെൻ ഡിഡ് ദ ഓൺലുക്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ്? ഓക്കെ. ദ ഓൺലുക്കേഴ്സ് സ്റ്റാർട്ടഡ് ചിയറിങ് ദം വെൻ ദേ സോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിൻമിൽ. ഓക്കെ. ദേ ചിയർഡ് ഹിം വെൻ ദേ സോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദി വിൻമിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ? ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വില്യം ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? ഹി ഹാഡ് ഓൺലി മെയ്ഡ് ലൈറ്റ്. അവൻ വെറും ലൈറ്റ് മാത്രമാണ് ഉണ്ടാക്കിയത്. ഓക്കെ. ബട്ട് ഹി വാണ്ടഡ് ടു ക്രിയേറ്റ് എ വിൻമിൽ ദാറ്റ് വുഡ് ചേഞ്ച് ലൈവ്സ് ബൈ ഗിവിങ് വാട്ടർ ആൻഡ് ഫുഡ്. ഓക്കെ. അവനൊരു വിൻമിൽ ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാക്കിയിട്ട് ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിൻമിൽ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആൻസർ വെറുതെ അത് എന്താണ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മാത്രമാണ്. ബ്ലാക്കിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് റെഡിലെ ആൻസേഴ്സ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് എഴുതിയെടുക്കുക. ഓക്കെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ഈ പാഠം വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ. സോ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ പാഠങ്ങളും ഇതുപോലെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ സീ യു മക്കളെ. ബൈ.